ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. വീട് ക്ലീനായിരുന്നാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നു. ഇത് സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമാധാനപരമായിട്ടാണ് എണീറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പതുക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ദോശയും ചട്നിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ദോശമാവ് അരച്ചതില്ല. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ മിക്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ട് തന്നതാണ്. അപ്പം ഇന്നത്തെ ചട്നി പുതിന, മല്ലിയില, പൊട്ടുകടല, തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചട്നി മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഗ്രീൻ ആണെങ്കിൽ ഒരു ദിവസം റെഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ദോശ മിക്സ് കേട്ടോ. ഇത് ചാമേ ദോശ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഞാനൊന്ന് കലക്കി വെച്ചിരുന്നു കേട്ടോ, ഇന്നലെ രാത്രി തന്നെ. അതുകൊണ്ടാണ് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മതി കേട്ടോ. ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ പലതരം ദോശ മിക്സുകളൊക്കെ എല്ലാവരും റെഡി ചെയ്ത് വെച്ചേക്കും കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ദോശ മിക്സൊക്കെ റെഡിമെയ്ഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. നമുക്ക് ഓഫീസ്, സ്കൂളിലൊക്കെ പോകുന്നവർക്കും അതുപോലെ തന്നെ വർക്കിംഗ് പീപ്പിളിനൊക്കെ നല്ല ഉപകാരമാണ്. ഇങ്ങനെ റെഡിമെയ്ഡ് ദോശ മിക്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ വൈകിട്ട് വന്ന് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചൊക്കെ എടുക്കുമ്പോൾ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പം ഇപ്പം ദോശമാവ് നമ്മൾ നോർമൽ ദോശമാവും കൂടി ഇതുപോലെ റെഡി മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം അതിങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉടനെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചും കൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇത് പാലക്കമാണ്. അതിലേക്ക് ഞാൻ കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തൊരു തോരനും, പിന്നെ ഇന്നലെ ഞാൻ അവിടുന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആസ്റ്റയിൽ നിന്ന്. അപ്പോൾ അതും ആണ്. അപ്പം മീനൊക്കെ വറുത്തെടുത്തു. ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കണ്ടില്ലേ, ചോറ്. ഇപ്രാവശ്യം ഇന്നൊരു നാടനാണ് കേട്ടോ. നമ്മുടെ പാലക്കും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരന്, ചൂര മീൻ ഫ്രൈ. ഇത് നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ. നെല്ലിക്ക ഞാനിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുള്ളൊരു ചമ്മന്തി, പിന്നെ പപ്പടം, പിന്നെ കൂട്ടത്തിൽ ഇച്ചിരി തൈരും കൂടെ. പിന്നെ ഇതിക്കുള്ളിൽ എന്ത് കാണാമല്ലേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു പാത്രത്തിലിരുന്നങ്ങ് കഴിച്ചു. ഞാൻ 2 പേർക്ക് വാരി കൊടുത്തു കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ വാരി കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് മീനുള്ള ദിവസങ്ങൾ വർഷക്കുട്ടിക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇങ്ങനെ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കഴിച്ചോളും. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. വെളിയിലെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നാടൻ ഫുഡൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് ഡിന്നർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏട്ടനുള്ള ദിവസമൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ വെളിയിൽ പോവുകയോ കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവരെ ഞാൻ വെളിയിലൊന്നും കൊണ്ടുപോകുന്നുമില്ല. അവർക്കും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇതില്ലാന്നുണ്ടെങ്കിൽ, ആ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി മാത്രമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഇത് എന്താണെന്നറിയാമോ, ഗാർലിക് പൗഡറാണ്, നമ്മുടെ വെളുത്തുള്ളിയുടെ പൗഡർ. അതില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് അരച്ച് ചേർത്താലും മതി. ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടുത്തെ റെസിപ്പിയൊന്നുമല്ല, നമ്മുടെ ഒരു നാടൻ റെസിപ്പി പോലെയാണ് കേട്ടോ. നമ്മുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ മയണൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി നാരങ്ങ നീരും. പിന്നെ ബ്രെഡ് ക്രംസ് ഒരു 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ബ്രെഡ് തേടി നടക്കണ്ടല്ലോ. വീട്ടിലുണ്ടാക്കി റെഡിയാക്കി വെച്ചെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പ ഇതിനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ, ഇതുപോലെ പാറ്റീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അത് എന്തോ വാങ്ങിയപ്പം കിട്ടിയതാണ്. അപ്പം ഞാൻ അതിനെ കഴുകി തുടച്ച് അതിൽ എണ്ണയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഓരോ ഉരുള എടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു തിക്നെസ്സും കിട്ടും, എന്നാൽ ഒരു കറക്റ്റ് ഷേപ്പും കിട്ടും. ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഷേപ്പ് ചെയ്യാൻ അറിയാവുന്നവരങ്ങ് ഷേപ്പ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഈവൻ ആയിക്കോട്ടെ, വീഡിയോയിലൊക്കെ കാണിക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് സൂപ്പറായിട്ടൊന്ന് ചെയ്തെടുത്തത്. അപ്പോൾ മിക്കവാറും ഒരു 4 പാറ്റ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിൽ വേണം കേട്ടോ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. കാരണം ഇതൊന്ന് കുക്കാവണമല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടെങ്കിൽ നല്ല രീതിയിൽ 2 സൈഡും കുക്കായിട്ട് കിട്ടും. പിന്നെ ലെറ്റ്യൂസാണ്. ലെറ്റ്യൂസ് ഇവിടെ ഇങ്ങനെ റോൾ ഷേപ്പിൽ കിട്ടും. ഇത് ലീഫായിട്ടുള്ള. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അപ്പോൾ ലെറ്റ്യൂസ്, തക്കാളി, പിന്നെ നമ്മുടെ ഓണിയൻ, ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാറ്റീസും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി വേണ്ടത് ബർഗർ ബണ്ണാണ്. അത് ഞാൻ ഇന്നലെ ഹാഫ് ഡേന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്.
ഈ ബർഗർ ബൺ എന്ന് പറഞ്ഞാൽ മേളിൽ ഇങ്ങനെ കുറച്ച് സീഡൊക്കെ ഉള്ളതുണ്ടാവും കേട്ടോ. അതിൻ്റെ പുറത്ത് ഞാൻ അത് എടുത്തില്ല, ഇതാണ് എടുത്തത്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ബർഗർ ഫീൽ കിട്ടണം. അങ്ങനെ ബണ്ണിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബർഗറിനുള്ളിൽ വെക്കുന്ന ചീസാണ്. ഇപ്രാവശ്യം ഞാൻ പിന്നെ മയണൈസ് വാങ്ങിക്കുമായിരുന്നു കേട്ടോ, അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. പിന്നെ ഇനി നമുക്ക് എന്താണ് അതിനെ ഒന്ന് അസംബിൾ ചെയ്യേണ്ടത് തന്നെ ഉള്ളൂ. വിവാഹക്കുട്ടിയാണ് എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അവൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏത് രീതിയിൽ വെച്ചിട്ടാണ് ബർഗർ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടാവുന്നതെന്ന്. ഫസ്റ്റ് ചീസ് മേളിൽ വെച്ചിട്ടാണോ ലെറ്റ്യൂസിൻ്റെ മേളിൽ ചീസ് വെക്കാനാണ് ആദ്യം പറഞ്ഞത്. ഏതോ ഒരു ടൈപ്പിൽ വെച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിക്കും പോലും. ശരി, അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ എല്ലാം വെച്ച് കൊടുത്തു. അടുത്ത പ്രാവശ്യം ലെറ്റ്യൂസിൻ്റെ അകത്ത് വെച്ച് ചീസ് കൊടുത്തു. ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, കഴിക്കുമ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് കിട്ടുകയല്ല. അങ്ങനെയല്ല അമ്മേ, ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ പറഞ്ഞു ലെറ്റ്യൂസിൻ്റെ മേളിൽ വെച്ച് എങ്ങനെയാണ് ടേസ്റ്റ് കിട്ടുന്നതെന്നൊക്കെ. അത് ചേച്ചി കഴിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ശരി, അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ആദ്യത്തെ ഒരെണ്ണം റെഡിയാക്കി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയും കൂടി ഞാൻ റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോയിരുന്ന് കഴിക്കട്ടെ. പശുക്കുട്ടിക്കും വിമാനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ജ്യൂസി ആയിരുന്നു ആ ഒരു പാറ്റിയൊക്കെ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനുള്ളതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എന്നും കടയിൽ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ഷെയറും കൂടെ ചെയ്യണേ.